ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷു വ്ലോഗാണ് കേട്ടോ. ഇപ്രാവശ്യം വിഷുവിൻ്റെ അന്നത്തെയും തലേ ദിവസത്തെയും അല്ലാതെ വിഷു കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ, അതായത് വിഷുവിൻ്റെ അന്ന് രാത്രിത്തെയും പിന്നെ വിഷുവിന് മുന്നത്തെ ദിവസത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയാനല്ല, എല്ലാവരും പോയിട്ട് വീഡിയോ കാണും. ഗൈസ്, ഇത് ഞങ്ങൾ പടക്കം ട്രയൽ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. വിഷുവിൻ്റെ 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ ഈ പടക്കം പൊട്ടിച്ച് നോക്കുന്നത്. ഇത് നിലച്ചക്കറാണ് കേട്ടോ കത്തിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞങ്ങളിവിടെ നിലച്ചക്കറൊന്നും കത്തിച്ചില്ല, പക്ഷേ ഞങ്ങൾ കമ്പിത്തിരി കത്തിച്ചു. കമ്പിത്തിരി പിന്നെ എപ്പോഴും കത്തിക്കുമല്ലോ, അതിപ്പോൾ കല്ല് വരെ കത്തിക്കുന്നുണ്ട് കേട്ടോ. കല്ല് കത്തിക്കല്ല, കത്തിച്ചിട്ട് ആ കയ്യിൽ കൊടുക്കും കേട്ടോ. പിന്നെ ആ കാണുന്നത് ധ്യാനമാണ്. എൻ്റെ പഴനി വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്തോ ചൈനീസ് പടക്കോ അങ്ങനെ എന്തോ പടക്കമാണ്, ചെറപറാന്നിങ്ങനെ പൊട്ടുന്ന പടക്കം. പിന്നെ ഇത് പൂത്തിരിയാണ്, ഇത് വെറൈറ്റി പൂത്തിരിയാണ് കേട്ടോ. ഇങ്ങനെ തിളങ്ങുന്ന പൊരികളായിരിക്കും വീഴുക, മറ്റേത് റൗണ്ട് ഷേപ്പുള്ളതായിരിക്കില്ലേ, ഇത് വേറെ ടൈപ്പാണേ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങളെപ്പോഴും കാണുന്നത് ഞാൻ വല്ല സാധാ രീതിയിൽ മുടിയൊക്കെ കെട്ടിയിരിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിഷുവിൻ്റെ ഷൂട്ട് എടുക്കുകയായിരുന്നു. ഞാൻ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ പോയി കാണുക. ഇപ്പം ഞങ്ങൾ അട ഉണ്ടാക്കാൻ പോവുകയാണ്. വിഷുവിൻ്റെ അന്ന് തലേ ദിവസം അട ഉണ്ടാക്കും, എന്നിട്ടത് കണി വയ്ക്കും കേട്ടോ കൃഷ്ണന്. അപ്പോൾ ഗായ്സ്, ഇപ്പം നമ്മൾ അട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടാണ് അട ഉണ്ടാക്കുന്നത്. ഇപ്പം കാണിച്ചത് ഇപ്രാവശ്യം എല്ലാവരും ഉണ്ട്. ഞാനും അമ്മയും അവനെയും ഉണ്ടാവാറുണ്ട് കേട്ടോ, സഹായിക്കാനൊക്കെ അമ്മേനെ. പിന്നെ അച്ഛനുണ്ടെന്ന്, കാരണം ഇന്ന് ഞായറാഴ്ച ഇങ്ങോട്ട് അച്ഛന് ലീവാണല്ലോ, അപ്പോൾ അച്ഛൻ ഇതിനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിന് കല്ല് വരെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർക്കും ഓരോ ജോലി പോലെയാണ്. അതായത് അച്ഛൻ പരത്തും, അച്ഛനും അമ്മയും പരത്തും, ആവണി ഫില്ലിങ് ചെയ്യും, അതായത് വെല്ലം തേങ്ങ ഒക്കെ ഫില്ല് ചെയ്യും, ഞാൻ മടക്കും. അതാണ് എൻ്റെ പണി. ഞാനൊരു വട്ടം പരത്തി നോക്കിയിട്ടുണ്ടായിരുന്നു, 1-2 വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തേക്ക്. പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടി പോവുക, എനിക്ക് നേരെ ചെയ്യാൻ അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ചൊക്കെ നേരെ ചെയ്യാനറിയാം. അതുകൊണ്ട് ലാസ്റ്റത്തെ അടയായിരുന്നു ഇത്. അതായത് ഇല ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ ഞങ്ങൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ഇഡ്ഡലി ചെമ്പിലാക്കിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു അമ്മ. ഇപ്പം അമ്മ വന്നിട്ട് ഇല കഴിഞ്ഞതുകൊണ്ട് മാവും തേങ്ങയും എല്ലാം ഒക്കെ ഇനി ഇരിപ്പുണ്ട്. അപ്പോൾ ഇല കഴിഞ്ഞതുകൊണ്ട് അമ്മ ഇല മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹെന്ന പൗഡർ എടുത്തിരിക്കുകയാണ്. കാരണം എൻ്റെ അടുത്തുള്ള മൈലാഞ്ചി കഴിഞ്ഞിട്ടുണ്ട്. കടയിൽ പോയപ്പോൾ കടയിലുണ്ടായിരുന്നില്ല മൈലാഞ്ചി കേട്ടോ. അതുകൊണ്ട് അമ്മയുടെ ഹെന്ന പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് സക്സസ് ആകുമെന്നൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ കാണിക്കാം. പിന്നെ അടയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തുണ്ടെങ്കിലും ഫോർക്ക് കൊണ്ടാണ് കഴിക്കാറ്, അതുകൊണ്ട് ഫോർക്ക് കൊണ്ടാണ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ പടക്കങ്ങൾ ഞങ്ങൾ നേരത്തെ വെച്ചേക്കാണ്. പിന്നെ ഇവിടെ കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ദീപം കൊളുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു വലിയ കമ്പിത്തിരി, തണുത്തതാണ് കേട്ടോ. അത് പുറത്തായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കത്തുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കത്തിച്ച് നോക്കിയിട്ട് കരിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഇത് പൂത്തിരിയാണ്. പൂക്കിറ്റി, മേശാപ്പൂ ഒക്കെ പറയും കേട്ടോ. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് വേറെ ടൈപ്പ് ഓഫ് പൂത്തിരിയും നടുവിലായിട്ട് സാധാ പൂത്തിരിയാണ് കേട്ടോ. വേറെ ടൈപ്പ് ഓഫ് ഉള്ളതാണ് ഓറഞ്ച് കളറിൽ കത്തുന്നത്. പിന്നെ നിലച്ചക്കരം കത്തിച്ചു. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നിലച്ചക്കരം, പൂത്തിരി അങ്ങനെയൊക്കെ സംഭവം കത്തിച്ചു. പിന്നെ ഇതാണ് കേട്ടോ ഒരു വെറൈറ്റി ഐറ്റം. ഇതിൽ തൂക്കിയിട്ടിട്ടുള്ളത് കമ്പിത്തിരികളാണ് കേട്ടോ. അതൊക്കെ പാടെ അടിയിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇനി കത്തിച്ചിട്ട് നോക്കാം. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ഇതെങ്ങനെ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പോൾ അത് കത്തിപ്പിടിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു അടിയിലൊരു വലിയ കമ്പിത്തിരി ഉണ്ട്, അതാണ് കത്തിക്കേണ്ടത്. പക്ഷെ അത് കത്തിപ്പിടിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കരുതി ഫ്ലോപ്പായി എന്നൊക്കെ വിചാരിച്ചാട്ടോ. പക്ഷെ അത് ലാസ്റ്റായപ്പോൾ കത്തിപ്പിടിച്ചു കേട്ടോ. ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ്, ഞങ്ങളിതുവരെ കാണാത്ത ഐറ്റംസൊക്കെ അച്ഛനാണ് പൊട്ടിക്കുക കേട്ടോ. കൂടുതൽ അച്ഛൻ തന്നെ കത്തിക്കുക, ഞങ്ങൾ കമ്പിത്തിരി തന്നെ കത്തിക്കാറുള്ളൂ. പിന്നെ ഇത് ഫുള്ള് കമ്പിത്തിരിയാണ്, അതിങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഉള്ളത്. അത് അടിയിൽ വലിയൊരു കമ്പിത്തിരി, അത് പിന്നെ ബാക്കിയുള്ളതൊക്കെ പാടെ കൂട്ടി കെട്ടി വെച്ചിരിക്കുകയാണ് ടാപ്പ് കൊണ്ട്. പക്ഷെ അത് കത്തിപ്പിടിക്കുമ്പോൾ എല്ലാം പാടെ വേർപെട്ട് വരും. അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് കേട്ടോ. അതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യത്തെ പടക്കങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കേട്ടോ.
പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കുട പോലത്തെ ജോയിൻ്റ് മുകളിലായിരുന്നു. അതിങ്ങനെ കമ്പിത്തിരി കത്തി തീരുന്തോറും ഇങ്ങനെ താഴേക്ക് ചുറ്റി ചുറ്റി വരും കേട്ടോ. കണ്ടോ, കാണുന്നില്ല ഇത് കറങ്ങുന്നത്? അതങ്ങനെ താഴത്തോട്ട് വരും, കത്തി തീർന്ന് അടിയിലെത്തും കേട്ടോ. അങ്ങനെയാണ് ഈ സംഭവം. ഇപ്രാവശ്യം കമ്പിത്തിരി പോലത്തെ വേറൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോസിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. പെൻസിൽ നിന്നെന്താണ് ഇതിൻ്റെ പേര്. പക്ഷെ ഇത് അത്ര വലിപ്പമൊന്നുമില്ല, അത്ര ഫോഴ്സിലൊന്നും വരില്ല. ഇത് പെൻസിലിൻ്റെ ചെറിയ സൈസ് അങ്ങനെയാണ്. പക്ഷേ ഇത് കുറേ പുക വരുന്നുണ്ടായിരുന്നു. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൻ്റെ പുക ശ്വസിച്ചിട്ട് പിന്നെ ഞാൻ കുരയ്ക്കാൻ തുമ്മാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഷോർട്സ് വരില്ലേ മുകളിൽ പോയിട്ട് പെട്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏകദേശം ചീറ്റിപ്പോയൊരു മട്ടായിരുന്നു. മുകളിൽ പോയിട്ടുണ്ട് സംഭവം താഴേക്ക് വീഴായിരുന്നു അതിൻ്റെ തീപ്പൊരികളൊക്കെ. ഇത് പിന്നെ നിങ്ങൾ കാണുന്നത് ഞാൻ പടക്കം കൂടി ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. നേരത്തെ ഞാൻ ഒറ്റ പെൻസിലായിട്ടാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയ്ക്ക് പുക ഉണ്ടായിരുന്നില്ല. അത് രണ്ടും പാടെ പിടിച്ച് കത്തിച്ചുകൊണ്ട് നല്ല രീതിക്ക് പോകാറുണ്ടായിരുന്നു. ഓരോന്നായിട്ട് കത്തിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ രണ്ടെണ്ണമായിട്ട് കത്തിക്കുമ്പോൾ നല്ല കുഴപ്പമായിരുന്നു കേട്ടോ. കണ്ടോ, പുക നല്ല രീതിക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നിൽക്കുന്നത് ഇത് ഡാൻസ് കളിക്കുകയാണ് ആ പുകയും വെച്ചിട്ട്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ പടക്കം പൊട്ടിക്കുന്നതാണ് കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങൾ എല്ലാവരും പാടായിരിക്കും പടക്കം പൊട്ടിക്കുക. പക്ഷെ ഇപ്പോൾ പുതിയ വീട് വെച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് പടക്കം പൊട്ടിക്കാറ്. അത് വിഷുവിൻ്റെ തലേ ദിവസത്തെയാണ്. നേരത്തെ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ പൂക്കുറ്റി പോലത്തെ വേറൊരു വെറൈറ്റി, അതായിരുന്നു. പിന്നെ ഇതാണ് ഒറിജിനൽ പെൻസിൽ കേട്ടോ, നല്ല വലുപ്പത്തിൽ വരുന്നത്. അത് കത്തിക്കുന്നത് എൻ്റെ കസിൻ ഇതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി വേറെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് സാധാ പൂത്തിരിയാണ് കേട്ടോ. പിന്നെ അവരുടെ അടുത്ത് ഈ ടൈപ്പ് ഓഫ് ഷോർട്സ് ഉണ്ടായിരുന്നു കേട്ടോ. മുകളിൽ പോയിട്ട് കുറേ കളേഴ്സിൽ പൊട്ടുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് വീഡിയോ എടുത്ത് അയച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ അതിൽ. കല്ലൊക്കെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കത്തിക്കല്ല, കത്തിച്ചിട്ട് അവളുടെ കയ്യിൽ ചുമ്മാ ഞങ്ങൾ എടുത്തിട്ട് പിടിക്കാൻ കൊടുക്കും. അതായത് കത്തിയിട്ട് തീരാനാവുമ്പോൾ അത് അടുത്തെത്തുമല്ലോ അതിൻ്റെ തീപ്പൊരികളൊക്കെ. അപ്പോൾ അത് മാറ്റും കേട്ടോ. പിന്നെ അവൾക്ക് ആദ്യമൊക്കെ പടക്കമൊക്കെ പേടിയായിരുന്നു. അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പേടിച്ചു എന്നൊക്കെ പറഞ്ഞു വരും. പിന്നെ അവൾക്കത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവളോട് ഞങ്ങൾ പറയും ഇപ്പോൾ പടക്കം പൊട്ടും ചെയ്യൂത്തിക്കോ എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഓക്കെ ആവും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കണി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കാൻ തുടങ്ങി. അതൊരു ഉരുളിയിൽ ആദ്യം പച്ചരിയും ധാന്യങ്ങളൊക്കെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പച്ചരിയും പരിപ്പും ചെറുപയറോ വലിയ പയറോ ഏതൊരു പയറും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പരിപ്പ് എന്താ ഓറഞ്ച് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓറഞ്ച് കളറായിരിക്കും, പക്ഷേ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മഞ്ഞ കളറായിട്ട് മാറും കേട്ടോ. അങ്ങനെ ഒരു മാജിക് പരിപ്പാണിത്. പിന്നെ ഇത് കണി വെക്കാൻ ഉപയോഗിക്കുന്ന വിളക്ക്, കിണ്ടി, ഇതിൽ വെള്ളമാക്കിയിട്ട് ഒക്കെ എന്തൊക്കെയൊക്കെ ചെയ്യും കേട്ടോ ഗൈസ്. അത് കണി വെക്കുമ്പോൾ ഞാൻ കാണിക്കാം. പിന്നെ പഴം, ചക്ക, മാങ്ങ, ആപ്പിൾ, മത്തൻ, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ കലക്കി വെച്ച മൈലാഞ്ചി ഇല്ലേ, അത് വെച്ച് ഞാൻ ഇട്ട് മൈലാഞ്ചിയാണ് ഈർക്കിൽ വെച്ചാണ് ഇട്ടത്. കാരണം ട്യൂബൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നല്ല കാടിളകി വരുന്ന ഫീലൊക്കെ ഉണ്ടായിരുന്നു. നല്ല കോഞ്ഞാട്ടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കളറൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ക്ലബ്ബിൽ പടക്കം പൊട്ടിക്കുകയായിരുന്നു കേട്ടോ. കണി വയ്ക്കാൻ വേണ്ടിയിട്ട് ഹാളൊക്കെ ഒന്ന് അടുക്കുകയായിരുന്നു. ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് കേട്ടോ. കല്ലു ഇപ്പോൾ നിർത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കല്ലുവിൻ്റെ കളിപ്പാട്ടൊക്കെ ഉണ്ട് നല്ലത് കൂടെയൊക്കെ. അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ട് അടിച്ചോരിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ചൂടിരിക്കുകയാണ് കേട്ടോ, ഒറ്റയ്ക്ക് പിടിച്ചില്ല. അപ്പോൾ അവൾ അടിച്ചോരാണ്ട് ചൂടിക്കുക. ഗൈസ്, കല്ലു വിഷു സ്പെഷ്യൽ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അവൾ ക്യാമറ സംസാരിക്കാനായിട്ട് വരിക കേട്ടോ. ക്യാമറ കാണാൻ തരില്ലടി, നീ എനിക്ക് ചൂട് തന്നില്ലല്ലോ. ആ വ്യക്തിയാണോ ഒരു പണിയും ചെയ്യാണ്ട് കല്യാണക്കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അത് വായിച്ചുകൊണ്ട് നടക്കുക. പിന്നെ ഞങ്ങൾ ഈ മേശയിലാണ് കണി ഒരുക്കാറ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് കുത്തി വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കല്ലു ആവണൊക്കെ പാടെ കുത്തി വെച്ചിട്ടിട്ടുണ്ട്. അതൊന്നും പോകുമൊന്നുമില്ല, എന്നാലും ചളി കളയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ തുടയ്ക്കുന്നത്. അടിച്ചോരലൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ മോപ്പും കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അമ്മ തുടയ്ക്കുക, കല്ലു അടിച്ചോരുക, ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങൾ കണി വയ്ക്കുന്ന സ്ഥലം. ഇവിടെ തന്നെയാണ് കഴിഞ്ഞ വട്ടം കണി വെച്ചത്. കഴിഞ്ഞ വിഷുകളൊക്കെ ഉണ്ടവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഈ ദൈവക്കൂടിന്ന് ഞങ്ങളുടെ കൃഷ്ണനെ എടുത്തിട്ട് ഈ കൃഷ്ണനായിട്ടോ ഞങ്ങൾ കണി വയ്ക്കാൻ എടുക്കാറ്.
അപ്പോൾ കുഞ്ഞു കൃഷ്ണനാണ്. ഞങ്ങൾ വലിയ കൃഷ്ണൻ അടുത്ത വർഷം വാങ്ങിയിട്ട് വെക്കണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരു വെള്ള മുണ്ട് വിരിച്ചെടുത്തിട്ടാണ് കണി വെക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ നേരെ വെക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവളൊരു പണിയും ചെയ്യുന്നില്ല, അതുകൊണ്ട് അവൾ പണി ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ വന്നേക്കുവാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവർ നുണ പറയുകയാണ്, ഞാൻ പണി ചെയ്തതൊക്കെ വന്ന് ക്യാമറയോട് പറയും കേട്ടോ. എനിക്കിങ്ങനെ അവൾ ദേഷ്യപ്പെടുന്നത് അവൾ ഇറിറ്റേറ്റഡാണ്, കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും എന്ത് പണി ചെയ്യുമ്പോൾ ഇങ്ങനെ അടി കൂടിയിട്ട് ലാസ്റ്റ് കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെയൊക്കെ പണിയെടുക്കുന്നുണ്ടാവുക. ഇത് ഞങ്ങൾ കണി വെക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അരിയും പയറും എടുത്തു വന്നപ്പോൾ കുറച്ച് ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുള്ളത്. ഇനി ബാക്കി അമ്മ വന്നിട്ട് കാണാം, ഞങ്ങൾ നശിപ്പിക്കും. ഓക്കെ, എന്നിട്ട് കണിയൊക്കെ നേരെ വെച്ചിട്ടുണ്ട്. കണിയിൽ ചന്ദനത്തിരി തീപ്പെട്ടി രാവിലെ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. വിളക്ക് 5 തിരി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. സ്വർണ്ണമാല അമ്മയുടെ, പിന്നെ പൈസ, എന്നിട്ട് ശ്രീ ഭഗവത്ഗീതം, കൺമഷി, കുങ്കുമം, വെറ്റില, പിന്നെ പുടവേ കോടിയോ അങ്ങനെ എന്തോ പറഞ്ഞു അമ്മ അത്, പിന്നെ ചെറുപഴം, പിന്നെ തേങ്ങ 2ആയിട്ട് മുറിച്ചിട്ട് അതിൽ ചില്ലറിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വാൽക്കണ്ണാടി വെച്ചിട്ടുണ്ട്. പിന്നെ ആപ്പിള്, മാതളം, മത്തൻ, മുന്തിരിങ്ങ അതൊക്കെ ചെറിയൊരു ഉരുളിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലായിട്ട് മാങ്ങ, ചക്ക, വെള്ളരി ഒക്കെ ഉണ്ട് കേട്ടോ. അത് സങ്കടമാണ്, അതുകൊണ്ട് കാണുന്നില്ല. പിന്നെ ഇടയിൽ മയിൽപ്പീലി ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കൃഷ്ണൻ, പിന്നെ കണിക്കുന്ന കൃഷ്ണൻ്റെ അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കിണ്ടിയിൽ വെള്ളാക്കിയിട്ട് മുല്ലപ്പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ പിന്നെ ഞങ്ങൾ രാവിലെ ഒരു 4:30 ഒക്കെ ആയപ്പോൾ നീച്ചു. എന്നിട്ട് കണി കണ്ടു കേട്ടോ. ഒരു മുല്ലപ്പൂമാല എക്സ്ട്രാ കണ്ടിട്ടുണ്ട്. അങ്ങനെ രാവിലെ വെച്ചിട്ട് വീണ്ടും പടക്കം പൊട്ടിക്കാൻ പോയി. നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചെറുതായിട്ട് തിളക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പറയാം കേട്ടോ, അതിൻ്റെ സൗണ്ടിൻ്റെ കേട്ടാലും മതി. പിന്നെ എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് രാവിലെ നീച്ചൊന്ന് പടക്കം പൊട്ടിക്കുന്നതിന്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് നല്ല ചക്രവും പൂത്തിരിയും ഒക്കെയാണ് കത്തിച്ചത് കേട്ടോ. ഇതാണ് ബാക്കിയുള്ള പടക്കങ്ങൾ. ഞാൻ ആദ്യം പടക്കങ്ങൾ വിചാരിച്ചു ഇത്ര പടക്കങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷേ ഇത് എത്ര കത്തിച്ചിട്ടും ബാക്കി തന്നെ ഉണ്ട്. പക്ഷെ കുറച്ച് പടക്കമേ ഉള്ളൂ. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല ഗൈസ്. പിന്നെ അച്ഛൻ ഓലപ്പടക്കം പൊട്ടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ മേത്തേക്ക് വീഴാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കമ്പിത്തിരി കത്തിച്ചു കേട്ടോ. പിന്നെ ഷോർട്സിൻ്റെ ഓരോന്നായിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രൂപ്പിനെ കാട്ടിയിട്ടും ഇതാണ് നന്നായത്. ഗ്രൂപ്പ് കമ്പിത്തിരി വീഴാൻ വരികയായിരുന്നു. നേരം വെളുത്ത് വരുന്നുണ്ട്, മഞ്ഞ് കൂടി നിൽക്കുന്നു. ഇവിടെ മൂക്കൊക്കെ കളഞ്ഞിട്ട് പണ്ടാരടങ്ങിയിട്ടുണ്ട്. മഞ്ഞത്ത് പോയി വടക്കാൻ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കിയ 2 അട കഴിച്ചിട്ട് കിടന്നു തുടങ്ങിയതുകൊണ്ട് ഇത് രാവിലെ നല്ല വിശന്നിട്ട് ചുറ്റിരിക്കുകയാണ്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല. പിന്നെ പഴമൊക്കെ എടുത്ത് പോയി തിന്നു. വിശക്കലാണ്. അപ്പം ചായ കഴിക്കാറുണ്ട്. അപ്പം പോയിട്ടുണ്ട്. അപ്പം ബൈ.
പിന്നെ ഞാൻ ഉറക്കപ്പിച്ച് ലുക്കൊക്കെ മാറ്റി നല്ല ലുക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നേക്കോണം. അമ്പലത്തിൽ തൊട്ട കുറിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. പിന്നെ ഞാൻ കുർത്തയാണ് ഇട്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ കുർത്തിടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് തുണി വാങ്ങിയിട്ട് അടുപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ നേരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാട്ടിക്കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നിട്ടില്ല കേട്ടോ. ഇനി ഞങ്ങൾ കസിൻസിൻ്റെ വീട്ടിൽ പോവുകയാണ്. ഞാൻ അവിടെ പോയിട്ടുള്ളതിൻ്റെ അത്രയൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് പാലട പായസമൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ കൈനീട്ടൊക്കെ കിട്ടിയിട്ടോ, അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ അവിടെ നിന്ന് കൈനീട്ടം കിട്ടും അച്ഛൻ്റെ അടുത്ത് നിന്നൊക്കെ. അപ്പോൾ അത് ക്യാരി ചെയ്യാനായിട്ട് ബാഗ് വരെ എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ കുർത്തി. കൊള്ളാമെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആഗ്രഹിച്ച് അടുപ്പിച്ച കുർത്തിയാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ്, അതുകൂടി ആഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ പാടായിട്ട്. പിന്നെ ഇത് കല്ലുൻ്റെ ഔട്ട്ഫിറ്റാണ് കേട്ടോ. പിന്നെ അവനൊരു പിങ്ക് കളർ ഫ്രോക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് എൻ്റെ അച്ഛമ്മയുടെ വീട്ടിൽ പോയിട്ട് എടുത്ത ഫോട്ടോ ഉണ്ടോ. ഞങ്ങളെല്ലാവരും പാടെ ഇവരൊക്കെ ഓൾറെഡി ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തൂക്കുപാലത്തിലൊക്കെ പോയി അപ്പം എടുത്തതാണ്. പിന്നെ ഞങ്ങളവിടെ നീന്തി കളിച്ച് ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾ കാല് പിടിച്ച് കൊണ്ടുപോയതാണ്. കല്ലിനൊക്കെ ഒത്തിരി ഇഷ്ടമായി. കല്ല് മുമ്പ് ഒരു കളിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഗൈസ്, അങ്ങനെ കമ്പിത്തിരി മാത്രം കത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്രാവശ്യം പൂത്തിരിയും കത്തിച്ചു കേട്ടോ. ആവണിയും കത്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആവണി കത്തിക്കേണ്ടതിൻ്റെ വീഡിയോ കിട്ടിയില്ല കേട്ടോ. ഞാൻ കത്തിക്കുന്നതിൻ്റെ വീഡിയോ ഉള്ളൂ. ഞാൻ പൂത്തിരി കത്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് പൂത്തിരി കത്തിക്കുന്നത്. പിന്നെ ഞങ്ങൾ നിലച്ചക്രം കത്തിച്ച്, കുഞ്ഞു കുഞ്ഞു നിലച്ചക്രമായിരുന്നു. അത് എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ കുറേ പടക്കം അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കത്തിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് ബാക്കി കമ്പിത്തിരിയുള്ളവരും അത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചെണ്ണം ഉള്ളത് കൊണ്ട് 3 നിലച്ചക്രം പട വെച്ചിട്ട് നടുവിൽ കമ്പിത്തിരി കൊളുത്തുക എന്നുള്ളത് അച്ഛൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഈ ഒരു പൊട്ടി ഫുള്ള് കമ്പിത്തിരിയല്ല നിലച്ചക്രമായിരുന്നു. അങ്ങനെ 3 പാടല കത്തിച്ച് നോക്കി. അതിൽ 3 കത്തുന്നുണ്ടായിരുന്നില്ല, 2 കത്തുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ലാസ്റ്റ് 1 വീണ്ടും കത്തിക്കേണ്ടി വന്നു. അപ്പോൾ പകുതി ഫെയിൽ പകുതി സക്സസ് അങ്ങനെ രീതിയിൽ അതായിട്ടുണ്ട്. പിന്നെ അച്ഛൻ ലാസ്റ്റത്തെ ഓലപ്പടക്കം കത്തിച്ചു, പക്ഷെ അത് പൊട്ടിയില്ല കേട്ടോ. ഞാൻ വലിയ ഇടയ്ക്ക് ലാസ്റ്റത്തെ പറഞ്ഞിട്ട് ക്യാമറയെ കൊണ്ട് വന്നപ്പോൾ ഒത്തില്ല കേട്ടോ. അത് ഞങ്ങളുടെ എല്ലാ പടക്കവും കഴിഞ്ഞു. ലാസ്റ്റ് ഈ ഒരു ഒറ്റ കമ്പിത്തിരി മാത്രമായിരുന്നു. അപ്പോൾ കഴിഞ്ഞു പോയ വിഷു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് ലാസ്റ്റത്തെ ഇങ്ങനെ ആഘോഷിച്ച് കത്തിച്ചു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബായ്.